മുതിർന്ന നടിയായ രാധിക ശരത്ത് കാരവനിലെ ഒളിക്യാമറയെക്കുറിച്ച് വളരെ രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ വർക്ക് ചെയ്ത സിനിമകളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ശ്രീ സുരേഷ് കുമാർ അവരോട് സംസാരിക്കുകയുണ്ടായി. കാരവൻ ഓണേഴ്സ് അസോസിയേഷനുണ്ട്, എല്ലാ കാരവനും അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ഒരു യോഗം അവർ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിൽ എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അവരോട് സുരേഷ് കുമാർ സംസാരിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് സംഘടനകൾ കാണുന്നത്. അതിൻ്റെ ഡ്രൈവേഴ്സ് ഞങ്ങളുടെ കൂടെയുള്ളവരാണ്. അപ്പം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യമൊന്ന് ശ്രദ്ധിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ സുരക്ഷയ്ക്കായി ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് എന്തൊക്കെ അധിക നടപടികളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണോ എടുത്തിട്ടുള്ളത്? ഇപ്പം നടിയെ ആക്രമിച്ച സംഭവം മുതൽ ഇങ്ങോട്ട് അത് ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ ഉള്ളൊരു കാലയളവ്, ഈ കാലയളവിൽ ഒരുപാട് കാര്യങ്ങളിൽ ഗുണപരമായ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ട്രാവലിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്, രാത്രിയിലുള്ള സഞ്ചാരങ്ങളെക്കുറിച്ച്. അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നതിനും പോകുന്നതിനും പ്രൊഡ്യൂസർ കൃത്യമായിട്ട് ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് യൂണിയൻ എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഭക്ഷണത്തിൻ്റെ വിവേചനം മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുന്നത്, അതിന് നമ്മൾ വളരെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തലയെണ്ണിയാണ് പ്രൊഡ്യൂസർ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഈ വിവേചനം നടക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് കാണേണ്ട സംഗതിയാണ്. അങ്ങനെ വിവേചനം സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെഫ്കയുടെ യൂണിയനുകളാണ് അതിന് റെസ്പോൺസിബിൾ, പ്രൊഡ്യൂസേഴ്സ് അല്ല. അതിനെ വളരെ നമ്മൾ ഗൗരവമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഈ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഇതിൻ്റെ അവരുടെ റൂം അലോക്കേഷൻ, അവരുടെ താമസം, അത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. താമസ സൗകര്യത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് റിപ്പോർട്ട് പറയുന്നുണ്ട്. ആ കാര്യവും വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ട. അതും ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉള്ള സിനിമകളിലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസിനെ കുറിച്ചൊരു കണക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളിലെല്ലാം കാര്യമായിട്ടുള്ള പുരോഗതി വന്നിട്ടുണ്ട്. അത് പോരാ, നമുക്ക് തീർച്ചയായിട്ടും ഈ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സെനേറിയോ എന്ന് പറയുന്നത് ഇല്ലല്ലോ. അതിനകത്ത് ഒരുപാട് പിശകുകളുണ്ടാവും, ഒരുപാട് തെറ്റുകൾ, വീഴ്ചകൾ നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അത് തിരുത്തി പോവുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പിശകുകളിലൂടെയും തിരുത്തലുകളിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പലരും ഈ ഇതിനോട് റിയാക്ട് ചെയ്തപ്പോൾ, വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്തപ്പോൾ പറയാവുന്നൊരു സംഭവം എന്താ, എൻ്റെ അറിവിലില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് യാതൊരു കാര്യവുമില്ല. എനിക്കുണ്ടോ, എൻ്റെ അനുഭവത്തിലുണ്ടോ എന്നുള്ളതിനകത്ത് യാതൊരു പ്രസക്തിയില്ല. മറ്റൊരാൾക്കുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഊന്നേണ്ടത്. തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ താങ്കൾക്ക് അറിയാവുന്നതുപോലെ ഇതൊരു ചെന്നൈയിൽ തുടങ്ങി കേരളത്തിലേക്ക് വരുന്ന ഒരു ഹിസ്റ്ററിയാണല്ലോ സിനിമാ മേഖലയിലുള്ളത്. ഭയങ്കര പാട്രിയാർക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ രൂഢമൂലമായിട്ട് നിൽപ്പുണ്ട്. ആ കാലം മുതൽ ഈ കാലം വരെ അതുണ്ട്. അതിൻ്റെ ചില ദുഷിപ്പുകളും അതിൻ്റെ ചില മാറാശീലങ്ങളും ഇങ്ങനെ ഊറിക്കൂടി നിൽക്കുന്ന ആളുകളുണ്ട്. അതിനകത്ത് പ്രാക്ടീസസ് ഉണ്ട്. പോലുള്ളവരെല്ലാം ഇതിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു ജെൻഡർ അവയർനെസ് ഇല്ലാതെ പോയത്? ഞാൻ ആ ജെൻഡർ അവയർനെസ്സിൻ്റെ ഒരു എപ്പിറ്റമിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതിനകത്ത് പ്രശ്നം ഒരു ട്രേഡ് യൂണിയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഓവർനൈറ്റ് മാറേണ്ട ഒരു സംഗതിയാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വലിയ പ്രത്യയശാസ്ത്ര ബോധമാണ്. അതിനെ മാറ്റണമെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ പണിയെടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരം ജോലികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വരവ്. അതൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ജെൻഡർ അവെയർനെസ്സിൻ്റെ ഒരു നിർമ്മിക്കൽ, അതിലേക്ക് നമുക്ക് എത്ര ശക്തമായിട്ട് അതുമായി മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന ഒരു തുടക്കമെന്ന നിലയിൽ ഇതൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുന്നു എന്നൊരു സംഗതി ഉണ്ടല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ അത് മുമ്പോട്ട് പോകേണ്ടത്. ഇത് മുമ്പ് സംസാരിക്കുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മളുടെ സിനിമയിൽ പുതിയ ഒരു തലമുറ
പുതിയ തലമുറ എന്നൊക്കെ ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാം, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പറഞ്ഞാൽ അവർ ഈ കാര്യത്തിനകത്തൊക്കെ കുറേ അധികം എന്താ പറയുക, പഴയ ബോധങ്ങളല്ല അവരുടെ, പഴയ ബോധ്യങ്ങളുമല്ല അവരുടേത്. അപ്പോൾ ഭാവിയിലെ സിനിമ അവരുടേതാണല്ലോ. അപ്പോൾ ഇത് ഈ ഒരു കറക്ഷനും അവരുടെ ഒരു മൊമെൻറ്റവും കൂടി ആകുമ്പോൾ നമ്മുടെ സിനിമ നല്ല രീതിയിൽ മുമ്പോട്ട് ഒരു കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷത്തിലേക്ക് സഞ്ചരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.